Republic Day 26th Jan celebration ideas for kids. ഇത്തവണയും നമ്മുടെ റിപ്പബ്ലിക് ഡേ കോവിഡ് പശ്ചാത്തലത്തിൽ ഓൺലൈനായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓൺലൈനായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനുള്ള കുറച്ച് ഐഡിയാസാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ, ക്യാരക്ടർ പോർട്രേറ്റ്. ഇതിൽ നിങ്ങൾക്ക് നമ്മളുടെ ഭഗത് സിംഗ്, നെഹ്റു, ഗാന്ധിജി, ഡോക്ടർ PR അംബേദ്കർ, ഗേൾസിനാണെങ്കിൽ സരോജിനി നായിഡു, ഝാൻസി റാണി എന്നിങ്ങനെയുള്ള മഹാത്മാരുടെ വേഷങ്ങൾ ധരിക്കുകയും അതോടൊപ്പം തന്നെ അവർ പറയുന്ന പോലെ ഒരു സ്പീച്ച് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. സ്പീച്ച് പ്രിപ്പയർ ചെയ്യാൻ മറക്കരുത്. അവരുടെ മഹത്വചനങ്ങളോ അല്ലെങ്കിൽ അവർ സംസാരിക്കുന്നത് പോലെയോ അങ്ങനെ എന്തെങ്കിലും 2-3 സെൻറ്റൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ആക്ട് തന്നെയായിട്ട് മാറും. അപ്പോൾ അതാണ് നമ്മളുടെ ഫസ്റ്റ് വൺ, ക്യാരക്ടർ പോർട്രേറ്റ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ പല സ്റ്റേറ്റിലും പലതരം ഫുഡുകളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ വെർച്വൽ ഫുഡ് മേളയിൽ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സംസ്ഥാനം എടുക്കുക, ഓരോ സ്റ്റേറ്റ് എടുക്കുക, ആ സ്റ്റേറ്റിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫുഡിനെ നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ നമുക്ക് എല്ലാ സംസ്ഥാനങ്ങളുടെയും ചെയ്യാം. അതല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയുടെ സഹായത്തോടു കൂടി കുറച്ച് ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് വെർച്വലായിട്ട് കാണിച്ചു കൊടുത്തിട്ട് അതിൻ്റെ സ്പെഷ്യാലിറ്റി, ഇത് ഏത് സംസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും കഴിക്കുന്നത് എന്നിങ്ങനെ നമുക്ക് അവതരിപ്പിക്കാം. അപ്പോൾ അത് അധികം അരിച്ച് ചെയ്യാത്തതുകൊണ്ട് തന്നെ അത് സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് സാധിക്കും. സ്പീച്ച് ആൻഡ് പാട്രിയോട്ടിക് സോങ്. റിപ്പബ്ലിക് ഡേക്ക് സ്പീച്ചും പാട്രിയോട്ടിക് സോങ് ഇല്ലാതെ എന്താഘോഷം? അപ്പോൾ നല്ല ഒരു കിടിലൻ ഇപ്പോഴത്തെ കോവിഡ് പശ്ചാത്തലങ്ങളും ഇപ്പോൾ നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങളും ഇപ്പോഴത്തെ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളും ഇതെല്ലാം ഉൾപ്പെടുത്തി ഒരു സ്പീച്ച് പ്രിപ്പയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു പാട്രിയോട്ടിക് സോങ്ങും പഠിച്ചു വെക്കുക. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഏത് ലാംഗ്വേജ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അത് നിങ്ങളുടെ ആക്ഷൻസോട് കൂടി തന്നെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്. ഇത് ഞാനൊരു സെൻറ്റൻസ് ആയിട്ട് പറയുന്നുണ്ടെങ്കിലും തന്നെയും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. പലതരത്തിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാവുന്ന ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്. അപ്പോൾ റിപ്പബ്ലിക് ഡേക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ട്രൈകളർ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പല ആർട്ടും ക്രാഫ്റ്റുകളും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ചെയ്തിട്ട് ഓൺലൈനായിട്ട് ക്ലാസ്സിലിരിക്കുമ്പോൾ ടീച്ചേഴ്സിന് കാണിച്ചു കൊടുക്കുകയോ അത് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തിട്ട് ടീച്ചറിന് അയച്ചു കൊടുക്കുകയോ ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യുകയോ ചെയ്യുന്നു. മോഡൽ മേക്കിംഗ്. നമ്മളുടെ ഈ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളുണ്ട്. അതിൽ ആ സംസ്ഥാനങ്ങളിൽ തന്നെ മോണ്യുമെൻറ്റ്സ്, വളരെയധികം പ്രത്യേകതയുള്ള മോഡൽ, ഇപ്പോൾ താജ്മഹൽ അങ്ങനെയുള്ള മോഡൽസൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് അത് നിങ്ങൾക്ക് കാണിക്കാം. അതോടൊപ്പം തന്നെ ചില ഡാൻസ് ഫോമുകൾ, അതായിരിക്കും ഒരു സംസ്ഥാനത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ മോഡൽ ഉണ്ടാക്കുക. അല്ലെങ്കിൽ ചില സംസ്ഥാനങ്ങളുടെ ഭൂപ്രകൃതി കൊണ്ട് അത് സ്പെഷ്യലായിരിക്കും, അപ്പോൾ അങ്ങനെ കാണിക്കുക. ഇങ്ങനെയൊക്കെയുള്ള മോഡൽ മേക്കിംഗ് ആണ് അടുത്ത ആക്ടിവിറ്റി. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്വിസാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഹോസ്റ്റായി നിന്നിട്ട് ഒരു ക്വിസ് പ്രിപ്പയർ ചെയ്യാം. അതിൽ നമുക്ക് ഇൻഡിപെൻഡൻസിനെ പറ്റി ഇൻക്ലൂഡ് ചെയ്യാം, റിപ്പബ്ലിക് ഡേനെ പറ്റി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, സ്വാതന്ത്ര്യ സമര സേനാനികളെ പറ്റി പറയാം, റിപ്പബ്ലിക് ഡേക്ക് എന്തെല്ലാം സ്പെഷ്യാലിറ്റീസ് ആണുള്ളത് അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ക്വിസിനെ ഹോസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഫോം വഴി പ്രിപ്പയർ ചെയ്തിട്ട് അത് അയച്ചു കൊടുത്തിട്ട് അത് ഫില്ല് ചെയ്യാൻ പറയാം. അപ്പോൾ നിങ്ങളായിട്ട് തന്നെ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടാവും. ട്രൈകളർ ഫുഡ്, ഇതെല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇതുപോലെ ട്രൈകളർ ഫുഡ് നമുക്ക് ബനാന, ഗ്രേപ്സ്, ഓറഞ്ച് ഇതൊക്കെ വെച്ചിട്ട് ട്രൈകളർ ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമുക്ക് പുട്ട് ട്രൈകളർ ഉണ്ടാക്കാം. അതിനൊക്കെ നമുക്ക് നമ്മുടെ പാരൻസിൻ്റെ ഹെൽപ്പ് കൂടി ചോദിക്കാവുന്നതാണ്. എന്നിട്ട് ഇതിങ്ങനെ പ്രസൻറ്റ് ചെയ്യുക. ട്രൈകളർ ഡ്രസ്സ്, അത് നമ്മൾ ഓൺലൈനായിട്ട് ഇരിക്കുമ്പോൾ നമുക്കിതുപോലെ വൈറ്റ്, ഗ്രീൻ, ഓറഞ്ച് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാം. അതോടൊപ്പം തന്നെ ഒരു ഫ്ലാഗും പിടിക്കാം. അതും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഐഡിയയാണ്. ഫാക്ട് ചെക്ക്. ഇതെന്ന് പറയുന്നത് നമുക്ക് ഈ നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പിക്ചർ വെച്ചിട്ട് അവരെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റ് എടുത്തിട്ട് ആ സ്റ്റേറ്റിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നാനാത്വത്തിൽ ഏകത്വം, യൂണിറ്റി ഇതിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ചാർട്ട് പേപ്പർ ഉണ്ടാക്കാം. ഇതൊക്കെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഓൺലൈൻ സെലിബ്രേഷൻ നിങ്ങൾക്ക് അടിപൊളിയാക്കാം.
അടുത്തതെന്ന് പറയുന്നത് സ്റ്റോറി സെഷൻ. സ്റ്റോറി സെഷനിൽ നമ്മൾ ഹിസ്റ്ററി, അതായത് ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ, ഇതിനെ പറ്റിയിട്ടുള്ള സ്റ്റോറികൾ പ്രിപ്പയർ ചെയ്തതിനേക്കാളും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് കുറച്ചുകൂടി നമ്മുടെ ഇന്ത്യയിലെ നാനാത്വത്തിൽ ഏകത്വം, യൂണിറ്റി, നമ്മളുടെ മതം എല്ലാം മാറ്റിവെച്ചിട്ടുള്ള, അങ്ങനെ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മോറൽ സ്റ്റോറി പോലെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ശ്രദ്ധ ക്ഷണിക്കാനായിട്ട് സഹായം. അതോടൊപ്പം തന്നെ വിത്ത് ആക്ഷൻസിലൂടെയും നിങ്ങളുടെ ആക്ടിവിറ്റീസിലൂടെയും ഒക്കെ നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി രസമായിരിക്കും. ഓർഗനൈസ് എ കൾച്ചറൽ ഫെസ്റ്റിവൽ. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് പല രീതിയിലുള്ള കൾച്ചറൽ ഫെസ്റ്റിവൽസ് ഉണ്ട്. അപ്പോൾ ആ കൾച്ചറിനെ വെച്ചിട്ട് അല്ലെങ്കിൽ ആ പ്രോഗ്രാംസ് വെച്ചിട്ട് ഇപ്പോൾ പല സംസ്ഥാനത്തും പല സ്പെഷ്യാലിറ്റീസ് ആയിരിക്കും. അതെല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങൾ ഗ്രൂപ്പായിട്ട് നിന്നിട്ട് ഓരോരുത്തരും ഓരോ കൾച്ചറിനെ പറ്റിയിട്ട് പറയുമോ, ഐ മീൻ ഒരു ഫോമിനെ പറ്റിയിട്ട് പറയുമോ, അല്ലെങ്കിൽ അതിലെ 2 സ്റ്റെപ്പെങ്കിലും നിങ്ങൾക്ക് പഠിച്ചു വെച്ചിട്ട് പറയാം. അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തും പല രീതിയിലുള്ള പല ലാംഗ്വേജിലുള്ള സോങ്സാണുള്ളത്, അത് പഠിച്ചിട്ട് 2 ലൈനെങ്കിൽ 2 ലൈൻ അത് പറയാം. അങ്ങനെ നമ്മൾ കാണിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ യൂണിറ്റിനെ കാണിക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കൾച്ചറൽ ഫെസ്റ്റിവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനകത്ത് ഓരോ ആക്ടിവിറ്റീസിനെ പറ്റിയിട്ടും ഞാൻ വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതും നിങ്ങൾക്കാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്കും കൊടുക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.